റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ദവാഉൽ ഖൽബി ഖംസത്തുൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് 5 കാര്യം ചെയ്യുമ്പോഴാണ്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്ന് സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ. പുഷാറായല്ലോ. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ. ഖുർആൻ ഓതിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. നീ ഖുർആൻ ഓതിയാൽ അല്ലാഹുവിൽ നിന്ന് വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്ന്, അവരുടെ ശല്യങ്ങളിൽ നിന്ന്, അവരുടെ അക്രമങ്ങളിൽ നിന്ന്, അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ ഓതാത്ത വീടുകൾ ഖബറിന് സമാനമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഖുർആൻ ഓതാത്ത വീടുകൾ ഖബറിന് സമാനമാണ്, ചത്തവന് സമാനമാണ്. ഖുർആൻ ഇല്ലാത്ത ഹൃദയങ്ങൾ, ദിക്ർ ചെല്ലാത്ത ഹൃദയങ്ങൾ മരിച്ചുപോയതിന് സമമാണെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹൃദയത്തെ സംസ്കരിക്കാൻ അള്ളാഹു ചോദിക്കുന്ന വിഷയങ്ങളാണല്ലോ ഇത്. നീ ഞാൻ നോക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് നന്നായാലാണല്ലോ ശരീരം മുഴുവനും നന്നാവുന്നത്. അത് നന്നാക്കാൻ നീ ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ മറുപടി പറയണം, എന്റെ ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി. അള്ളാഹുവിനോട് പറയേണ്ടത് ദവാഉൽ ഖൽബി ഖംസ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ 5 കാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഖുർആൻ ഞാൻ വളരെ മനോഹരമായി അതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും അറിയുന്നത് പോലെ ഞാൻ ഓതിയിട്ടുണ്ട്. വറത്തിലിൽ ഖുർആന തർതീല, വളരെ മനോഹരമായി ഖുർആൻ ഓതുന്നുണ്ട്. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്. എത്ര തിരക്ക് വന്നാലും ഖുർആൻ ഓതാതെ, ഖുർആനിന്റെ ഒരു പേജോ ഒരു കടലാസോ ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാ വസ്തുക്കളും നരകത്തിലേക്ക് വീണ ശേഷമാണ് ശഫാഅത്ത് ചെയ്യുന്നത്. ഉമ്മമാര് മക്കൾക്കോ, മക്കൾ ഉമ്മമാർക്കോ, ആലിമീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ശഫാഅത്ത് ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് എത്തിയ ശേഷമാണ്. സ്വർഗത്തിലേക്ക് എത്തുമ്പോഴാ മകൻ പറയാം, നമ്മൾ ഉമ്മ എവിടെ, ഉപ്പയോടെ? അല്ലാഹു പറയും അവർ നരകത്തിലാണ്. അല്ലാഹുവേ, ഉമ്മയില്ലാതെ ഞാൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ട, ഉമ്മയില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ, ഉമ്മയില്ലാത്ത സ്വർഗം എനിക്കെന്തിന്? എന്റെ ഉമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ട് നേരെ നരകത്തിലേക്ക് പോയി ഉമ്മമാരെ, മാതാപിതാക്കളെ, മക്കൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാവരും അങ്ങനെയാണ്, നരകത്തിലേക്ക് വീണ ശേഷമാണ്. എന്തിനേറെ ഇവിടെ പാവപ്പെട്ട ഒരാളെ സഹായിച്ച ഒരു മുതലാളി വീട്ടിലേക്ക് പിരിവിന് വന്നപ്പോൾ ഒരു 10,000 രൂപ നൽകിയ ഒരു മുതലാളി, എന്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ, ഇന്ന് ഒരു 10,000 രൂപ പിടിച്ചോ, എനിക്കിത് തരാൻ പറ്റുള്ളൂ, കൊടുത്തു. പിന്നെ രണ്ടുപേരും മരിച്ചുപോയി. മുതലാളി നരകത്തിലും പാവപ്പെട്ടവൻ സ്വർഗത്തിലുമായി. സ്വർഗക്കാരനായ പാവപ്പെട്ട സഹോദരൻ നരകക്കാരനെ നോക്കുമ്പോഴാണ് ഒരു നരകക്കാരൻ ചോദിക്കുന്നത്, യാ ഫുലാൻ അതഅരിഫുനി, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ലല്ലോ, എനിക്കറിയില്ലല്ലോ. സ്വർഗക്കാരൻ നരകത്തിലേക്ക് നോക്കുകയാണ്. അപ്പൊ നരകക്കാരന് അയാളെ കണ്ട് പരിചയമുണ്ട്. അയാളെന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന ആ പിരിവുകാരനാണ്. യാ ഫുലാൻ, നിനക്ക് എന്നെ അറിയോ? ഇല്ലില്ല, എനിക്കറിയില്ല. നീയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ മകളുടെ കാര്യം പറഞ്ഞ് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ, ഇന്നാലെന്ന വെളിമുക്കിലെ ഇന്നാലെന്ന സഹോദരനാണല്ലേ? അതെ. ഒന്ന് നിന്റെ റബ്ബിനോട് പറയണം എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ. പിന്നെ സ്വർഗക്കാരനായ സഹോദരൻ നേരെ റബ്ബിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് റബ്ബിനോട് പറയും, അല്ലാഹുവേ, എന്നെ സഹായിച്ച ഒരാൾ നരകത്തിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് അവസരം തരണം. അല്ലാഹു പറയും, ആരൊക്കെയാ വേണ്ടത്? എല്ലാരും കൊണ്ടുപോയിക്കോ. അപ്പൊ മൂപ്പരെ സഹായിച്ച ആളുകളൊക്കെ നരകത്തിൽ നിന്ന് കൈയും പിടിച്ചു കൊണ്ടുപോകും. കാരണം സ്വർഗക്കാരന്റെ കഥ എന്താ? ഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസ്, അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെയുണ്ട്. സ്വർഗക്കാരൻ എന്താ ആഗ്രഹിച്ചാൽ അവിടെയുണ്ട്. ഈ സ്വർഗക്കാരൻ ആഗ്രഹിച്ചത് എന്നെ സഹായിച്ച ആൾ നരകത്തിൽ കിടക്കാൻ പാടില്ലെന്നാണ്. അള്ളാഹു കൊടുത്തു, അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി.
അപ്പൊ എല്ലാവരും അങ്ങനെയാണ്, നരകത്തിലേക്ക് വീണ ശേഷമാണ് ശഫാഅത്ത് ചെയ്യുക. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ അങ്ങനെയല്ല. നരകത്തിലേക്ക് വീഴാതെ തന്നെ ഖുർആൻ അവനെ സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളും അങ്ങനെ തന്നെ നരകത്തിലേക്ക് വീഴാതെ തന്നെ നമ്മെ സംരക്ഷിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാണ് നബിയെ നിങ്ങൾ കാണുക? ഹൗലുൽ കൗസറിന്റെ സമീപത്ത് കാണും, അല്ലെങ്കിൽ മീസാനിന്റെ അടുത്ത് കാണും, അല്ലെങ്കിൽ നന്മയും തിന്മയും വലത് കൈകളിൽ നൽകപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണും. ഇവിടെയൊന്നും കണ്ടില്ലെങ്കിലോ സിറാത്ത് പാലത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റൂല. നിർബന്ധമായിട്ടും നിങ്ങൾ അവിടെ വെച്ച് എന്നെ കാണുക തന്നെ ചെയ്യും. സിറാത്ത് പാലത്തിൽ നബി തങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്റെ കാണുന്ന് പറയുന്നത് സിറാത്ത് പാലം കടക്കാത്തൊരു കുഞ്ഞുമോനുണ്ടാവൂല. എല്ലാവരും സിറാത്ത് പാലം കടക്കും, A to Z. നബി തങ്ങൾ തുടക്കം മുതൽ സിറാത്ത് പാലത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നിട്ട് നബി തങ്ങളുടെ സമൂഹം കടന്നു വരുമ്പോ അല്ലാഹുമ്മ സല്ലിമിൽ ഉമ്മ, അല്ലാഹുമ്മ സല്ലിമിൽ ഉമ്മ, അല്ലാഹുവേ ഇയാൾ എന്റെ ഉമ്മത്താണ്, എന്റെ സമുദായമാണ്, ഇയാളെ നീ രക്ഷപ്പെടുത്തണേ, ഇയാളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു ശഫാഅത്തിന് അർഹരാവാൻ നമ്മൾ ചെയ്യേണ്ടത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മറക്കല്ലേ സഹോദരാ. നമ്മെ സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞു പോയി നാളെ മഹ്ശറയിലെത്തിയാലും സ്വന്തം കാര്യം പോലും ആലോചിക്കാതെ എന്റെ ഉമ്മത്തിന്റെ കാര്യം ആലോചിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ ഹബീബിനെ സ്നേഹിക്കുകയും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ വഴി ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ. എല്ലാ ദിവസവും ഖുർആൻ ഓതാം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് മുൽക്ക് എന്നാണ്, മാനിഅ എന്നാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണേ. എല്ലാ ദിവസവും രാത്രിയിൽ ഇത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യം ഉണ്ടാവൂല, ഖബറിൽ ശിക്ഷയുണ്ടാവൂല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ എന്തേ നമ്മൾ കേൾക്കാത്തത്? നബി തങ്ങളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഖബർ ജീവിതം രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പുകൊണ്ടാണോ? മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, നരകത്തെക്കുറിച്ച് എനിക്ക് പേടിയില്ല, ഖബർ കാണുമ്പോൾ ഞാൻ കരയാനുള്ള കാരണം ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഖബറിലാണ്. ആ ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം രക്ഷയാണ്, ഖബർ പരാജയപ്പെട്ടാൽ പിന്നെ എല്ലാം പരാജയത്തിലാണ്. ഫസ്റ്റ് ഇന്റർവ്യൂ ഖബറിലാണ്. അവിടെ രക്ഷപ്പെട്ട പിന്നെ ശേഷമുള്ളത് നിങ്ങൾ ആലോചിക്കേ വേണ്ട. ഖബർ രക്ഷപ്പെട്ട എല്ലാം രക്ഷപ്പെട്ടു, ഖബർ തോറ്റ എല്ലാം തോറ്റു. അപ്പൊ രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. അതാണ് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് 3 മിനിറ്റ് മതി, അല്ലെങ്കിൽ മാക്സിമം പോയി 5 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് ഓതാൻ. നമ്മൾ ഓതോ? നമുക്ക് അറിയൂല ഇതൊക്കെ, എന്നിട്ട് നമ്മൾ ഓതുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? തങ്ങളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ ഹദീസിലും വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകളുടെ ഖബറിൽ അള്ളാഹു ശിക്ഷ നൽകുകയേ ഇല്ല, അവനോട് ചോദ്യമുണ്ടാവൂല. എന്നാലും നമ്മൾ ഓതാതിരിക്കുന്നത് എന്തേ? ഓതിക്കൂടെ? വേറൊരു കാര്യം പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഇത് സംഭവിക്കൂലേ? ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറഞ്ഞതെല്ലാം അള്ളാഹു പറഞ്ഞ വിഷയങ്ങളല്ലേ, ആ നബി തങ്ങളല്ലേ പറഞ്ഞത്. ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വാഖിഅ സൂറത്ത് ഓതണം. ഇത് ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല. എല്ലാവർക്കും പേടി, പഠിച്ചോനെ ദരിദ്രരാവോ, പൈസ ഉണ്ടാവോ, സ്വതൊക്കെ കൊടുക്കുമ്പോൾ പോലും പേടിയാണ്, പൈസ തീർന്നു പോവോ, ഒന്നും തീരൂല. വാഖിഅ ഓതുന്നുണ്ടോ, ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ഇത് ഞാനല്ല പറഞ്ഞത്, നബി തങ്ങളാണ്. മുൽക്ക് ഓതുന്നുണ്ടോ, ഖബറിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. എത്ര ഉറപ്പ് കിട്ടിയിട്ട് എന്തേ നമ്മൾ തയ്യാറാവാത്തത്? ഇതാണ് മനസ്സിലാവാത്തത്. ഇതാണ് സമയമില്ലാഞ്ഞിട്ടാണ്. ആർക്കാ സമയമില്ലാത്തത്? ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഖുർആനിൻ്റെ ആപ്പ് തുറന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതാൻ 3 മിനിറ്റ്, വാക്കി ഓതാൻ 5 മിനിറ്റ്, 7 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഓതുന്നില്ല. ജിനേനെ ഓതുമ്പോൾ ഇതിനേക്കാളും സ്പീഡ് ഓതാൻ പറ്റൂലേ?
ഒന്ന് സമയം കണ്ടെത്തിക്കൂടെ? നബി തങ്ങൾ പറഞ്ഞതല്ല, ഖുർആനാണ് നമ്മുടെ വിജയം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ലം തുളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവൂല, നിങ്ങൾ പരാജയപ്പെടേണ്ടി വരില്ല. ഏതൊക്കെയാണത്? ഒന്ന് ഖുർആനാണ്, രണ്ട് ഹദീസാണ്, സുന്നത്താണ്. ഖുർആനും പരിശുദ്ധമായ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വരില്ല, പരാജയം അനുഭവിക്കൂല. ഇത് മുറുകെ പിടിക്കണം. ഇതിന്റെ ഭാഗമാണ് മഗ്‌രിബ് കഴിഞ്ഞാൽ മുൽക്കോദ, വാഖിഅോദ. സമയമുണ്ടല്ലോ, സിനിമയും സീരിയലും കാണാൻ സമയമില്ലേ, വാട്സപ്പിൽ കളിക്കാൻ സമയമില്ലേ, ഫേസ്ബുക്കിൽ കളിക്കാൻ സമയമില്ലേ? അപ്പോൾ ഇതാണ് സമയമില്ലാത്തത്. ഒന്ന് അധ്വാനിക്കുക. നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ തുടങ്ങുക. വേല കഴിഞ്ഞ് വേഗം 10:30 ആകുമ്പോൾ വേല കഴിയില്ല, 10:15 ആകുമ്പോൾ വേല കഴിയും. പിന്നെന്താ സമയം? പോയിട്ടൊന്ന് ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പൊന്ന് വുളൂ ചെയ്ത് മുൽക്കോദ, വാഖിഅോദ, നാളെ ഓത, മറ്റന്നാൾ ഓത, ഒരാഴ്ച ഓത, പിന്നെ ഇത് ഓതാതെ ഉറക്കം വരൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും തിന്മയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള വഴികളാണ്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, ഖുർആനുള്ള ഹൃദയങ്ങൾ, അവിടേക്ക് പിശാച് കയറി വരൂല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ, ഖുർആനിൽ എന്തുണ്ട്? ശിഫയുണ്ട്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് രോഗം വരെ വരൂല. ഖുർആൻ നിയന്ത്രിക്കും. നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ, ചില രോഗങ്ങൾക്കൊക്കെ ശമനം എവിടെ? ഖുർആനിലാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ തങ്ങൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചോദിയപ്പോ ഒരു സ്വഹാബിക്ക് ശിഫ ലഭിക്കാൻ കാരണം അല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് രോഗിയായ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. അപ്പോഴാണ് ആ രോഗിയായ സഹോദരൻ ഒന്ന് മന്ത്രിച്ചൂതാൻ പറഞ്ഞത്. ഫാത്തിഹ ഓതി ഉമർ തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈവച്ച് ഫാത്തിഹ ഓതി മന്ത്രിച്ചോദിയപ്പോ ആ സഹോദരന് ശിഫ ലഭിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അതേ രോഗം ആ സഹോദരന് പിടിപെട്ടപ്പോ ഒരുപാട് സ്വഹാബാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നു. അവരിൽ ഒരാളോട് പറഞ്ഞു, ഒന്ന് മന്ത്രിച്ചൂതി തരുമോ? അവരും ഓതി, ഫാത്തിഹ ഓതിയിട്ടാണ് ഓതിയത്. പക്ഷേ അദ്ദേഹത്തിന് ശിഫ ലഭിച്ചില്ല. ഖുർആനിന്റെ കുഴപ്പമാണോ? ഫാത്തിഹ ഓതിയിട്ട് ഉമർ തങ്ങൾ ഓതി, വേറെ സഹാബാക്കൾ ഓതി. ഉമർ തങ്ങൾ ഓതിയപ്പോൾ ശിഫ ലഭിച്ചു, മറ്റു സഹാബ ഓതിയപ്പോൾ ശിഫ ലഭിച്ചില്ല. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹയ്ക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. വലാകിൻ ഐന യദു ഉമർ, പക്ഷേ എവിടെയാണ് ഉമർ തങ്ങളുടെ കരം? ഉമർ തങ്ങളുടെ കരം എവിടെ? ഉമർ തങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു, കോൺഫിഡന്റ് ആയിരുന്നു. നമ്മൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല ശിഫയും ലഭിക്കാത്തത്. അതുപോലെ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ ഒരു വഴിയിലൂടെ സന്ദർശിക്കുമ്പോൾ ഒരു ഗോത്രക്കാരൻ അസുഖം വരികയും ബോധം കെട്ട് അബോധാവസ്ഥയിൽ കിടക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടുവന്നു അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി. പക്ഷേ ശിഫയില്ല. അപ്പൊ ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു, മന്ത്രിച്ചോതി തരുമോ? അവർ മന്ത്രിച്ചോതി, ഖുർആനിന്റെ ആയത്തുകളൊക്കെ ഓതി മന്ത്രിച്ചു. അബോധാവസ്ഥയിലായ രോഗി എണീറ്റു. അതിന് പകരമായിട്ട് കുറെ ആടുകൾ, കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവർ പ്രശ്നമായി, ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് പൈസ വാങ്ങേ. ഇവിടെ പ്രശ്നമായിട്ടുണ്ട് സഹാബാക്കൾക്കിടയിൽ. ഖുർആൻ വിട്ടിട്ട് കാശാക്കി, ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ മന്ത്രിച്ചെന്നിട്ട് പൈസ വാങ്ങേ. നബിത്തങ്ങളുടെ സമീപത്തെത്തി. നബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്ന് ഏറ്റവും നല്ല സമ്പത്ത് ഖുർആൻ ഓതി കൊടുത്ത് കിട്ടുന്ന സമ്പത്താണ്. ഇൽമ പറഞ്ഞു കൊടുത്തു, ഖുർആൻ ഓതി കൊടുത്ത്, ഖുർആൻ വഴി കിട്ടുന്ന സമ്പത്താണ് ഏറ്റവും നല്ല മുതല്. അപ്പൊ അവരൊക്കെ ഓതുമ്പോൾ മന്ത്രിക്കുമ്പോൾ ശിഫ ലഭിച്ചിട്ടുണ്ട്. കാരണം അവർക്കതിൽ വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നിങ്ങൾ വൈകുന്നേരമായാൽ 3 തവണ, സുബ്ഹിയായാൽ 3 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്കൊരു ദ്രോഹമോ ഒരു ദോഷമോ ഉണ്ടാവൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. സുബഹിക്ക് ശേഷം 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 തവണ ചൊല്ലിയാൽ നിങ്ങൾക്കൊരു ദ്രോഹമുണ്ടാവൂല. പൈശാചിക, മാനസിക, മാനുഷിക രോഗങ്ങളെ ഒന്നും ഉണ്ടാവൂല. നമ്മൾക്ക് വിശ്വാസമില്ല, നമ്മൾ പറയാറില്ല. മഹാനായ
ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ജൂതന്മാര് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിന് കഴിവുണ്ടെങ്കിൽ റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് ഈ വിഷം കുടിക്കാൻ പറഞ്ഞപ്പോ ഒട്ടും പതറിയില്ല. നിങ്ങൾ വിഷം കിട്ടത്താ, വിഷം വാങ്ങി ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞു ശക്തമായ വിഷം കുടിച്ചപ്പോ ഒരു അസുഖം ഉണ്ടായിട്ടില്ല, ഒരു രോഗം ഉണ്ടായിട്ടില്ല. നബി തങ്ങളുടെ വാക്കിൽ അതുപോലെ വിശ്വസിക്കുന്നവരാണ് സഹാബാക്കൾ. നമ്മൾ കുടിച്ചു നോക്കിയേ, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ. നമ്മൾ വേണ്ട, വിഷമൊന്നും കുടിക്കണ്ട. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ചെല്ലിയാൽ മതി, രോഗം ഉണ്ടാവല്ലോ വിശ്വാസം ഉണ്ടെങ്കിൽ. എന്താ, ഭക്ഷണം തന്നെ വിഷമാണല്ലോ അല്ലേ, വിഷമില്ലാത്ത ഭക്ഷണം കുറവാണല്ലോ. അപ്പൊ എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. ഭക്ഷണം കൊണ്ടുള്ള ഒരു രോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല, വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദിക്റുകൾ ദിക്റാണ്, ഖുർആനാണ്. ഇതൊക്കെ ഒരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന്, ആത്മാവിന് മാറ്റം വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം നമ്മൾ സുബഹിക്ക് ശേഷം ഒരു തവണ, മഗ്രിബിന്റെ ശേഷം ഒരു തവണ ചൊല്ലിയാൽ 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. 70,000 മലക്ക്. ആരാണ് ഈ മലക്ക് എന്ന് പറഞ്ഞാൽ? ഹുമുല്ലദീന ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹുവിനോട് ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്തവരാണ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നബിയേ, അല്ലാഹുവേ, നിനക്ക് തസ്ബീഹ് ചെല്ലാനും നിന്നെ സ്തുതിക്കാനും നിന്റെ സ്തുതിഗീതങ്ങൾ പാടാനും അർപ്പിക്കാനും ഞങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് ഈ രക്തം ചിന്തുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? ഈ മലക്ക പറഞ്ഞത് 70,000 മലക്കുകൾ സുബഹി മുതൽ മഗ്രിബ് വരെ അള്ളാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്ക്, അള്ളാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കുക, അള്ളാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കുന്ന 70,000 മലക്കുകൾ സുബഹി മുതൽ മഗ്രിബ് വരെ. ഇനി മഗ്രിബിന് ശേഷം ചെല്ലിയാലോ, മഗ്രിബ് മുതൽ സുബഹി വരെ 70,000 മലക്കുകൾ പടച്ചോനെ നീ പുറത്തു കൊടുക്കുക എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്തുകൂടെ? ഇതിനൊക്കെ റിസ്ക് ഉണ്ടോ? ഇതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യമാണോ? ഒരാഴ്ച 2 ആഴ്ച നമ്മൾ സ്ഥിരമായി ചെല്ലും, ഇതൊക്കെ മനഃപ്പാടമാകും. പിന്നെ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും ഇത് ചെല്ലാൻ പറ്റുമല്ലോ. അതുപോലെ വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇത് ചൊല്ലി ഒരാൾ മരിച്ചാൽ മാത ഷഹീദ, ഷഹീദായിട്ടാണ് അയാൾ മരിക്കുക, ഷഹീദായിട്ട് രക്തസാക്ഷിയായിട്ട് മരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ കേട്ടു പോയാൽ പോരാ, ജീവിതത്തിൽ പകർത്ത് ഇന്ന് തന്നെ തുടങ്ങുക. ജീവിതത്തിൽ ഇപ്പം പറഞ്ഞതൊക്കെ ചെയ്യാൻ. എന്നും ഒരു ദിക്റുമില്ലാതെ, ഒരു സ്മരണയില്ലാതെ ഇങ്ങനെ കന്നുകാലികളെ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഖുർആൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിന് ശുദ്ധി ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ വിഷയം, വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. മലപ്പുറക്കാരോട് പറയാതിരിക്കല നല്ലതല്ലേ. തലങ്ങും വിലങ്ങും ഫാസ്റ്റ് ഫുഡിൻ്റെ ഹോട്ടലുകളാണ്, ബേക്കറികളാണ്. നമ്മുടെ നാട്ടിലില്ല എന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ തദൈവ എല്ലായിടത്തും കണക്ക് തന്നെയാണ്. ഖലാഉൽ ബത്നി, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആവശ്യത്തിന് വിശക്കുമ്പോൾ കഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിക്കുമ്പോൾ തന്നെ ഹറാം കയറാതിരിക്കണം. മഹാനായ ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഒരു ഹദീസ്, മാ മിൻ വിആഇൻ നബ്ഗളു ഇലല്ലാഹി മിൻ ബത്നിൻ മുലിഅ മിൻ ഹലാലിൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത, ഏറ്റവും ദേഷ്യമുള്ള പാത്രം ഏതെന്നറിയുമോ? അത് നിറയ്ക്കുന്ന ഹലാലായ ഭക്ഷണങ്ങളിൽ നിന്ന് നിറയ്ക്കുന്ന വേറാണ്.
അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം, ഹലാലായ ഭക്ഷണം കൊണ്ട് നിറഞ്ഞ വയറ് അള്ളാഹുവിന് ഇഷ്ടമേ ഇല്ല, ദേഷ്യമുള്ള പാത്രമാണത്. അപ്പൊ നമ്മളൊക്കെ ഹറാമാണ് നിറയെ വേറെ കഴിച്ചാൽ പടച്ചോന് കോപമാണ്. ഹറാമിന്റെ ഒരു തരി പോയ കഷ്ടമാണ് അല്ലേ? നമ്മൾ ഹറാമായ കോടികൾ സമ്പാദിക്കുന്നതിനേക്കാളൊക്കെ ബർക്കത്ത് ഹലാലായ ഒരു ദിർഹം സമ്പാദിക്കല. അത് നമ്മൾ മനസ്സിലാക്കണം. ഹറാമായ സമ്പാദ്യം ഒരുപാടുണ്ട്. വരുമാനത്തിൻ്റെ ഒട്ടുമിക്ക സമ്പത്തും ഹറാമിൻ്റെതാണ്. അതൊരുപാടുണ്ടായിട്ട് കാര്യമില്ല, അതിൽ ബർക്കത്തുമില്ല, സ്വസ്ഥതയില്ല, സമാധാനവുമില്ല. കാരണം കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച എല്ലാ ശരീരവും പോവേണ്ടത് നരകത്തിലേക്കാണ്. മഹാന്മാരായ സ്വഹാബാക്കളോട് ഭാര്യമാര് പറയാറുണ്ടായിരുന്നു, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ പട്ടിണി എത്ര വേണമെങ്കിലും പട്ടിണി കിടന്നോളാം. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഏറ്റവും ശക്തമായ ചൂട് അത് നരകത്തിന്റെ ചൂടാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഭാര്യമാര് പറഞ്ഞത്, പട്ടിണി കിടന്ന് മാസങ്ങളോളം വെള്ളം കുടിച്ച് ഈത്തപ്പഴം കഴിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, പക്ഷേ ഹറാമായ ഒരു തരി ഭക്ഷണം ഞങ്ങൾക്ക് തരല്ല. ഹറാമായ ഭക്ഷണം ഞങ്ങൾക്ക് തരുകയേ വേണ്ട, ഹറാമ് വേണ്ട. ഹലാലായത് ഇതിന് ഹലാലായത് കിട്ടില്ലെങ്കിലോ ഞങ്ങൾ പട്ടിണി കിടന്നോളാം, വിശപ്പ് സഹിക്കാം, പക്ഷെ ഹറാമ് നിറച്ചിട്ട് നരകത്തിലേക്ക് പോവാൻ ദയവ് ചെയ്ത് ഞങ്ങളെ ക്ഷണിക്കല്ലേ, ഹറാമ് ഞങ്ങൾക്ക് തരല്ലേ എന്ന് പഴയകാല ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്നത്തെ കഥ അല്ലാഹു അലം. ഇന്നത്തെ കഥയൊക്കെ പിന്നെ മറ്റൊരാളെ ഞെട്ടിക്കാനുള്ള കഥകളാണ്. വീട് വെച്ചാൽ അപ്പുറത്താളെ ഞെട്ടിക്കണം, ഡ്രസ്സ് എടുത്താലും മറ്റൊരാളെ ഞെട്ടിക്കണം, ചെരുപ്പ് വാങ്ങിയാലും വണ്ടി വാങ്ങിയാലും ഒക്കെ വേറൊരാളെ ഞെട്ടിക്കാനുള്ള കഥകൾ. അപ്പം പിന്നെ ഹറാമും ഹലാലൊക്കെ ആരാ നോക്കുക? അവസാന കാലഘട്ടത്ത് ഹലാലായ ഒരു ദിർഹം പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ഖലാഉൽ ബത്നി, നമ്മുടെ ഹൃദയം, നമ്മുടെ വയറ് കാലിയായിരിക്കണം, നിറഞ്ഞ വയറാവാൻ പാടില്ല. ദാവിമീ ഖറഅ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ ബാബ് മുട്ടിക്കൊണ്ടേയിരിക്കണേ ആയിഷ ബീവിയെ, സ്വർഗത്തിന്റെ കവാടം മുട്ടിക്കൊണ്ടേയിരിക്കണേ ആയിഷ ബീവിയെ. ആയിഷ ബീവി ചോദിച്ചു, എങ്ങനെയാണ് നബിയെ സ്വർഗത്തിന്റെ വാതിൽ മുട്ടേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബിൽജൂ, പട്ടിണി കിടന്നാൽ അത് സ്വർഗത്തിന്റെ വാതിൽ മുട്ടിത്തുറക്കാനുള്ള അവസരമാണ്. പട്ടിണി കിടക്കുക, വിശപ്പ് സഹിക്കുക. ഒരുപാട് വിശപ്പ് സഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാവിമി ഖറഅ ബാബിൽ ജന്നതി ബിൽജൂ, സ്വർഗത്തിന്റെ താക്കോല് വിശപ്പ് സഹിക്കലാണ്. ആത്മീയ സംസ്കരണം വിശപ്പ് സഹിക്കുമ്പോഴാണ്. വേറെ നിറയുമ്പോൾ ചിന്ത വേറെയാകും. അവസാന കാലഘട്ടത്തൊരു കൂട്ടം ആളുകൾ വരാനുണ്ട്. അവരുടെ ആകെ ചിന്ത ബത്നുഹും, അവരുടെ വേറാണ്, ചിന്ത വേറാണ്. വഖിബലതുഹും നിസാഉഹും, വികാരവും വേറെ നിറക്കലും വികാരം പൂർത്തീകരിക്കലുമല്ലാതെ വേറെ ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവസാന കാലഘട്ടത്ത് വരാറുണ്ട്. ഉലൈക ശിറാറുന്നാസ്, അവരാണ് ലോകത്തിലെ ഏറ്റവും മോശക്കാരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കുന്നുണ്ട്? ഹമ്മുഹും ബത്നുഹും, അവരുടെ ആകെ ചിന്ത വേറെ നിറക്കലാണ്. വേറെ നിറക്കുക, ഭുജിക്കുക, ഭോഗിക്കുക, ഭുജിക്കുക, ഭോഗിക്കുക, ഇതേ ഉള്ളൂ. തിന്ന വികാരം എവിടെയെങ്കിലും ശമിപ്പിക്കുക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഖലാഉൽ ബത്നി, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ വയറിനെ നിയന്ത്രിച്ചാൽ, പട്ടിണി കിടന്നാൽ, അല്പം വിശപ്പ് സഹിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, പിശാചിന് കയറാൻ പറ്റൂല. മൂന്നാമത് പറഞ്ഞത് വഖിയാമുൽ ലൈൽ, രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. രാത്രി എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം. കാരണം രാത്രിയുടെ മൂന്നാമത്തെ സമയമായാൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാത്രിയുടെ മൂന്നാമത്തെ സമയം. നമ്മുടെ രാത്രിയെ 3 ഭാഗമാക്കി തിരിക്കുക. 6-10, 10-2, 2-6, 3 സമയമാക്കി തിരിക്കുക. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഭാഗം, മൂന്നാമത്തെ ഭാഗം, അവസാന ഭാഗത്ത് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഹൽ മിൻ സായിലിൻ ഫഉതിയ,
ആർക്കെങ്കിലും വല്ലതും വേണോ ഞാൻ തരാം. നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ എന്നോട് ചോദിക്ക്, ഞാൻ തരാം. ആർക്കെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ, ഞാൻ പൊറുത്തു തരാം. എല്ലാ രാത്രിയിലും അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, 2 മണി കഴിഞ്ഞാൽ, രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞു, 3-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് തുടങ്ങിയാൽ, 3-ാമത്തെ ഭാഗം നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മോട് പറയുകയാണ്, വല്ലതും ചോദിക്കാനുണ്ടോ എന്നോട് ചോദിക്ക്, ഞാൻ തരാം. വല്ലവർക്കും അള്ളാഹുവിനോട് പാപമോചനം തേടാനുണ്ടോ എന്നോട് ചോദിക്ക്, ഞാൻ പുറത്തു തരാം. ആ സമയത്ത് ഒരാൾ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു അവന്റെ ഹൃദയം ശുദ്ധീകരിക്കുമെന്ന് മാത്രമല്ല, അവന്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരും. അള്ളാഹു നൽകുമാറാവട്ടെ. 4-മതായി പറഞ്ഞത് അത്താഴ സമയത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അത്താഴ സമയത്താണ് അള്ളാഹു ഇറങ്ങി വരുന്നത്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് പറയൂ സഹോദര. നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വന്ന തിന്മകളുടെ കൂമ്പാരങ്ങൾ റബ്ബിലേക്ക് തുറന്നു പറഞ്ഞാൽ, വ്യഭിചാരത്തിന്റെയോ കള്ളുകുടിയുടെയോ ഹറാമിന്റെയോ അരുതായ്മകളുടെയോ പലിശയുടെയോ വേണ്ടാത്ത അനാശാസ്യത്തിന്റെയോ അനാചാരത്തിന്റെയോ തന്റെ ജീവിതത്തിൽ വന്നുപോയ ഗതകാല ചരിത്രത്തിൽ വന്നുപോയ പാപഭാരങ്ങൾ പടച്ച റബ്ബിനോട് തുറന്നു പറഞ്ഞാൽ പടച്ചവൻ പുറത്തു തരാതിരിക്കില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാവാൻ അത് കാരണമാകും. അള്ളാഹുവിനോട് കരഞ്ഞു പറയൽ ഹൃദയം സംസ്കരിക്കാനുള്ളൊരു വഴിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5-മതായി പറഞ്ഞത് സാലിഹീങ്ങളായ നല്ല ആളുകളുടെ കൂടെ ജീവിക്കണം. നല്ലവരുടെ കൂടെ ജീവിക്ക്. നല്ല ചങ്ങാതിമാർ, നല്ല സുഹൃത്തുക്കൾ. മോശപ്പെട്ട കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. സ്കൂളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എൻ്റെ ചങ്ങാതി സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്ന ചങ്ങാതിയാണ്, അവരെ ഒഴിവാക്കുക. എന്തിന് ചങ്ങാതിമാർ? ഈ ചങ്ങാതിമാരൊക്കെ നാളത്തെ ശാപമായിരിക്കും. ഹറാമിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ചങ്ങാതിമാർ, സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന, കളി കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ചങ്ങാതിമാർ, ഇൽമിൻ്റെയും ബഅലിൻ്റെയും ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും മജ്ലിസിലേക്ക് പോകുന്നത് പ്രോത്സാഹിപ്പിക്കാതെ ക്ലബ്ബുകളിൽ ഇരുന്നിട്ട് കളിക്കാനും അവിടെ ഇരുന്നിട്ട് TV കാണാനും പ്രോത്സാഹിപ്പിക്കുന്ന ചങ്ങാതിമാർ നമ്മുടെ ശാപമാണവർ. അവരൊഴിവാക്കുക. എന്നിട്ട് നല്ല ചങ്ങാതിമാർ, നിസ്കരിക്കാൻ പോകുന്ന ദീനീ ബോധമുള്ള നല്ല ചങ്ങാതിമാരുണ്ടാകും, അവരുടെ കൂടെ നമ്മൾ ജീവിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കണം. ഈ 5 കാര്യം ചെയ്താൽ ഹൃദയം ശുദ്ധീകരിക്കും. അപ്പൊ പടച്ചോൻ ചോദിക്കുന്ന ചോദ്യം എന്താ? അബ്ദി തഖർത മൻലറൽ ഖൽഖി സിനീൻ, നീ ജനങ്ങൾ കാണുന്ന സ്ഥലല്ലേ ശുദ്ധീകരിച്ചത്? വമാ തഖർത മൻലരി സാ, ഞാൻ നോക്കുന്ന സ്ഥലം ശുദ്ധീകരിച്ചില്ലല്ലേ? ഇത് ചോദിക്കാൻ പറ്റൂല. കാരണം എന്താ? കാരണം എന്താ? നമ്മൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്, ഈ 5 കാര്യം ചെയ്തിട്ടുണ്ട്. അതോടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തും കൂടി ഓതി ഞാൻ നിർത്താണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ അല്ലാഹുവിനെ ഭയക്കുന്നവരാണവർ. കഴിവിൻ്റെ പരമാവധി ഖുശൂ നമ്മൾക്ക് കിട്ടുന്നില്ലേ? ഓതുന്ന ഖുർആൻ ആലോചിക്കുക. ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയാണ് ഞാൻ ഓതുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്ത് ശരണം മൈക്ക്! തുടക്കത്തിൽ ഇതിട്ട് തരായിരുന്നില്ലേ? അല്ലേ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പറയുമ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കുക. ഖുർആൻ നമ്മൾ ഓതാണെങ്കിലും ഇമാം ഓതാണെങ്കിലും അതുപോലെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ഖുശൂ ലഭിക്കുക. അർത്ഥം അറിയണമെന്നില്ല, അറിഞ്ഞ മാഷാ അല്ലാഹ് ഉഷാറാണ്. അപ്പൊ ഖുശൂ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവർ. ലഗ്വ് എന്ന് പറഞ്ഞാൽ കളി പെട്ടു, സിനിമ പെട്ടു, പിന്നെ ക്ലബിലിരുന്നിട്ട് TV കാണൽ പെട്ടു, ക്യാരംസ് ചുട്ടൽ പെട്ടു, വായ നോക്കൽ പെട്ടു, എല്ലാം പെട്ടു. വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൊടുക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. ഇദത്തുഖിദൽ ഫൈഉ ദിബലാ വൽ അമാനതു മഗ്നമാ വസ്സകാത്തു മഗ്റമാ. അന്ത്യനാളിന്റെ ലക്ഷണാണ്.
സക്കാത്ത് കൊടുക്കാതെ, ഒരുപാട് മുതലുണ്ട്, സക്കാത്തൊന്നും കൊടുക്കാതെ പിശുക്കി വെക്കുന്ന ഒരു കാലം വന്നാൽ അത് അന്ത്യനാളിൻ്റെ സൂചനയിൽ നബി തങ്ങൾ എണ്ണിയിട്ടുണ്ട്. വസ്സകാത്തു മഗ്റമ, സക്കാത്ത് ഇങ്ങനെ കെട്ടിക്കെടുക്കാണ് കൊടുക്കാതെ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തന്റെ ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതെ സൂക്ഷിക്കുന്നവരാണവർ. ഗുഹ്യം വല്ലാത്ത പ്രശ്നം, നാവും നമ്മുടെ ഗുഹ്യാവയവങ്ങൾ. നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സ്വർഗം വേണോ? 2 കാര്യം ചെയ്താൽ സ്വർഗം തരാം. ഒന്ന് നാവ് നിയന്ത്രിക്കുക, 2 ഗുഹ്യാവയവങ്ങൾ നിയന്ത്രിക്കുക. നാവ് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഖൈറാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഫല്യസ്മുത്, മിണ്ടാണ്ടിരിക്കലാണ് അടിസ്ഥാനം. ഒരാൾ മിണ്ടലാണോ മിണ്ടാതിരിക്കലാണ് അടിസ്ഥാനം? എന്താണ് മിണ്ടലാണോ മിണ്ടാതിരിക്കലാണ് അടിസ്ഥാനം? എന്താ? മിണ്ടാതിരിക്കലാണ്. ഇനി വായ തുറക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, നല്ലതേ പറയാൻ പാടുള്ളൂ. വായ തുറന്ന നല്ലതേ പറയാൻ പാടുള്ളൂ. ഇതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നാവ് ഇങ്ങനെ ഒരാൾ ജീവിച്ചാൽ, നല്ലത് മാത്രം സംസാരിക്കുന്ന ഒരാൾ, ഗുഹ്യാവയവങ്ങൾ ഹറാമിലേക്ക് പോവാതെ, തെറ്റ് ജീവിതത്തിൽ വരാതെ ശരീരത്തെ നിയന്ത്രിക്കുന്നവനും അനലാമിനും ബിൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ആലോചിക്കുമ്പോൾ എളുപ്പ വഴിയാണ്, വലിയ റിസ്ക്കുള്ള വിഷയം. നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് മല കയറുന്ന റിസ്ക് ഒന്നുമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ഒരാൾ മനസ്സ് നിറഞ്ഞത് കേൾക്കുകയും എന്നിട്ട് ഉൾക്കൊള്ളുകയും ചെയ്താൽ എളുപ്പമാണ്. ഒന്നെന്താ, നേരത്തെ പറഞ്ഞ 3 കാര്യം ഓർമ്മയുണ്ടല്ലോ. കണ്ണ്, ഹറാമ് കാണാത്ത കണ്ണ് നരകത്തിൽ കിടക്കുകയേ ഇല്ല. അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ് നരകത്തിൽ കിടക്കുകയേ ഇല്ല. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നരകത്തിൽ കിടക്കുകയേ ഇല്ല. ഈ 3-ൽ ഏതെങ്കിലും ഒന്നിലല്ല, 3-ലും പെട്ടുകൂടെ? ഏതെങ്കിലും 1-ൽ പെടാനല്ല, 3-ലും പെടാൻ ശ്രമിച്ചുകൂടെ? നബിന് ഏതെങ്കിലും 1-ൽ പെടൂലേ? അത് സ്വർഗത്തിലാണ്. ഇതൊന്നിൽ പെട്ടാൽ സ്വർഗത്തിലാണ്. 2 ഇവിടെ എന്താ പറഞ്ഞത്? നാവും ഗുഹ്യാവയവും ഹറാമിൽ കൊണ്ടുപോകില്ല എന്ന് സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സ്വന്തം ഭാര്യമാരിൽ മാത്രമേ നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ പാടുള്ളൂ. ചെറുപ്പക്കാരോടൊക്കെ എന്താ പറഞ്ഞത്? യാ മഅ്ശറശ് ശബാബ്, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ കണ്ണ് ഹറാമിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട്. കേൾക്കണം, ചെറുപ്പക്കാരൊക്കെ കേൾക്കണ വിഷയം. സ്വാഭാവികമായിട്ട് യുവത്വമാകുമ്പോൾ കണ്ണ് ഹറാമിൽ പോകാൻ സാധ്യതയുണ്ട്. യാ മഅ്ശറശ് ശബാബ്, ഓ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, കണ്ണ് ഹറാമിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മനിസ്തതാഅ മിൻകുമുൽ ബാഅ, കല്യാണം കഴിക്കാനും ചെലവ് കൊടുക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ ഉടനെ ഫല്ലതസവ്വജ്, ഉടനെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഉടനെ കല്യാണം കഴിക്കുക. പ്രായപൂർത്തിയെത്തി പിന്നെ സെക്ഷൽ താല്പര്യങ്ങൾ നിങ്ങൾക്ക് വന്നാൽ കല്യാണം കഴിക്കുക. കാരണം കണ്ണ് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് പെട്ടെന്ന് കല്യാണം കഴിക്കലാണ്. ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് പെട്ടെന്ന് കല്യാണം കഴിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയാകുമ്പോഴാണ് ആൾക്ക് വേണ്ടാത്ത ചിന്ത വരിക. അപ്പോൾ ഉടനെ കല്യാണം കഴിച്ചാൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത വരില്ലല്ലോ. ഹലാലായതുണ്ടാകുമ്പോൾ ഹറാം എന്തിനാ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, വിശ്വാസത്തെ സൂക്ഷിക്കുന്നവർ, വിശ്വാസത്തെ പരിഗണിക്കുന്നവർ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ ആട്ടിയോടിക്കുകയുണ്ടായി. ഫിർഔനിന്റെ സമീപത്ത് നിന്ന് പേടിച്ചു പോയപ്പോൾ ശുഐബ് നബിയുടെ നാട്ടിലേക്കാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം എത്തുന്നത്. അങ്ങനെ ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോഴാണ് 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ശക്തിയുള്ള ആണുങ്ങളൊക്കെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇവരൊക്കെ പോയി കഴിയാൻ വേണ്ടി കാത്തിരുന്നു. പോയ ശേഷം പെണ്ണുങ്ങൾ കോരുന്നുണ്ട്. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരെ സഹായിച്ചു. പെണ്ണുങ്ങൾ നോക്കിയില്ല, പെണ്ണുങ്ങളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. നോക്കാതെ തന്നെ അവർ സഹായം ചെയ്തു കൊടുത്തു. ഇത് കണ്ടപ്പോൾ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത വിശ്വാസമായി. മൂസാ നബിയോട് ഉപ്പയോട് പോയിട്ട് കാര്യം പറഞ്ഞു. ഉപ്പ വിളിക്കാൻ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പോവാൻ എങ്ങനെയാണ് പോയത്? പെണ്ണുങ്ങളോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്കുക. അല്ലല്ല, മുമ്പിൽ പെണ്ണും പിന്നിൽ ആണും നടന്നാൽ ഒരു പക്ഷെ ഫിത്നയ്ക്ക് സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുന്നിലൂടെ നടക്കാം, നിങ്ങൾ എൻ്റെ പിന്നിലൂടെ നടന്നാൽ മതി. പക്ഷേ നടന്നു പോകുന്നതിനിടയിൽ
റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ടേൺ ചെയ്യേണ്ട സമയത്ത് എനിക്ക് കല്ലെറിഞ്ഞ് പറഞ്ഞാൽ മതി. സംസാരിക്കേണ്ട, കല്ലെറിയണം. ഒരു കല്ലെറിഞ്ഞിട്ട് കാണിക്കുക. ലെഫ്റ്റിലേക്കാണെങ്കിൽ ആ കല്ല് പോയ ഭാഗത്ത് ഞാൻ പോകും, റൈറ്റിലേക്കാണെങ്കിൽ കല്ല് പോയ ഭാഗത്തേക്ക് ഞാൻ പോകും. ഞാൻ മുന്നിലൂടെ നടക്കും, എനിക്ക് നിങ്ങളെ കാണൂലേ, ഞാൻ മുന്നിലൂടെ നടക്കും, നിങ്ങൾ പിന്നിലൂടെ നടക്കുക. വഴി മാറേണ്ട സമയത്ത് കല്ലെറിഞ്ഞ് കാണിക്കുക. ഇതൊക്കെയാണ് വിശ്വസ്തത എന്ന് പറഞ്ഞ. അപ്പോൾ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് മകൾ പറയുന്നുണ്ട്, വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഇയാൾ ശക്തിയുള്ള ആളുമാണ്, അതുപോലെ വിശ്വസ്തനുമാണ്. വിശ്വസ്തത ഒരു മുഅ്മിനിന്റെ മുഖമുദ്രയാണ്, പറ്റിക്കാൻ പാടില്ല. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, ഒരു വാക്ക് നൽകിയാൽ സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആരെങ്കിലും വല്ല കാര്യങ്ങളും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി തിരിച്ചു കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തെ സംരക്ഷിക്കുന്നവരാണവർ. സമയമായാൽ നിസ്കരിക്കുന്നവരാണവർ. നേരത്തെ പറഞ്ഞു നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്, ഇപ്പൊ പറഞ്ഞു നിസ്കാരത്തെ സംരക്ഷിക്കുന്നവരാണവർ എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ നിസ്കരിക്കുന്നവരാണവർ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ. എന്തിനെയാണ് അവർ അനന്തരമായി എടുക്കുന്നത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർ അനന്തരമായി എടുക്കുന്നത് സ്വർഗ്ഗത്തെയാണ്. ഈ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഇവർക്ക് സ്വർഗം നിർബന്ധമാണ്, ഇവർക്ക് അനന്തരമായി ലഭിക്കുന്നത് സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ദുആ ചെയ്യണം. നിങ്ങൾ പറയാം.